അങ്ങനെ വൈകുന്നേരം ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. എൻ്റെ പഴയ വീട്ടിലോട്ടൊക്കെ വന്നു ഞങ്ങൾ. യവനെയും കൂടി കൊണ്ടുവന്ന്. രാവിലെ ഒന്നും ബാത്റൂമിൽ കൊണ്ടുപോകാനും പറ്റില്ല. കുറച്ച് നേരം കൊണ്ടുപോയെങ്കിലും അവൻ ഒന്നും പോയൊന്നുമില്ല. പിന്നെ പുറത്തിറക്കാനും പറ്റാത്ത മഴ. ഇന്നലെ മെനഞ്ഞാന്ന് മുതൽ ഇന്ന് 3 ദിവസമായിട്ട് തുടങ്ങിയ മഴയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഇവന് ഒരാഴ്ചത്തേക്ക് കൂടുതലായി കുളിപ്പിച്ചിട്ടുമൊക്കെ. അപ്പം കുളിപ്പിക്കണമെന്നും പറഞ്ഞാൽ ഇളയവൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ പുറത്തങ്ങനെ ഇറക്കത്തില്ല. മഴ ആയതുകൊണ്ട് ചെളിയൊക്കെ അടിക്കൂലേ. അതുകൊണ്ട് അവിടെ റോഡിൻ്റെ സൈഡിൽ എന്തെങ്കിലും കൊണ്ടുപോയിട്ട് പെട്ടെന്ന് വീട്ടിനകത്ത് കയറ്റും. പക്ഷെ ഇന്ന് ബാത്റൂമിലൊന്നും പോയില്ല അവൻ. അതുകൊണ്ട് എനിക്കിന്ന് വരെ വരണം, തോട്ടത്തിലോട്ട് വരണമായിരുന്നു. അതുകൊണ്ട് മഴയാണെങ്കിൽ അവൻ ചെളി വെള്ളം കുടിക്കുവാണേ. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് പാവം തോന്നി. ഇവനിങ്ങനെ മഴയത്ത് വെള്ളം ദാഹിക്കുന്നു. അത് ഇത്രയും ദൂരം നടന്നു വന്നുകൊണ്ടായിരിക്കും. പിന്നെ അവൾ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ അതിലൊന്നും കുടിക്കുന്നില്ല. വേണ്ട അത് അപ്പോഴവൻ അങ്ങനെ കുടിച്ച് നോക്കിയത്. അവന് വേണ്ട വെള്ളം കൊടുത്തിട്ട്. പിന്നെ ഇവിടെ തോട്ടത്തൊക്കെ ഇങ്ങനെ മഴയാണെങ്കിലും അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ നടക്കാനും പുറത്തൊക്കെ കറങ്ങി നടക്കാനും. ഇന്ന് ഉച്ചയ്ക്കൊക്കെ നല്ല മഴ. നമുക്കൊന്നും നല്ല തണുപ്പും. അയ്യോ, ഒരു രക്ഷയില്ല. മഴക്കാലമായാൽ ഞങ്ങൾക്ക് ഇങ്ങനെ തുടരേ ഉള്ള മഴയാണ് കേട്ടോ. നിങ്ങളവിടെയൊക്കെ ഇപ്പോൾ മഴയുണ്ടോ? പിന്നെ ഞാൻ ഇവളെ വഴക്ക് പറഞ്ഞ് ഇവനെ കൊണ്ടുവരണ്ടാന്ന് പറഞ്ഞിട്ട് അവൾ കേൾക്കത്തില്ല. പിന്നെ കൊണ്ടുവന്നു. പിന്നെ അവന് ഇവിടെയൊക്കെ എത്തുമ്പോൾ ഒരു മടിയാണ്. ഇവിടെ നമ്മളെ കുറച്ച് കൂട്ടുകാരനും കൂട്ടുകാരികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര ബലം പിടിച്ചുകൊണ്ട് അവൾ വിരട്ടി കൊണ്ടുപോവാണ് കേട്ടോ. ഞാൻ പിന്നെ അവൾക്കൊരു കോട്ടൊക്കെ എടുത്തിട്ട് കൊടുത്തു. അവിടെ വീട്ടിലുണ്ടായിരുന്നു. അതിൽ നിന്ന് എടുത്ത് കോട്ടൊക്കെ ഇട്ട് അവളങ്ങനെ വരുവാണ്. അപ്പോൾ പിന്നെ പോണ വഴിക്ക് ആൾ വീണ്ടും ഇങ്ങനെ ഒരു സംശയം. ഈ വീട്ടിലാണ് ഉള്ളത്. നമ്മളെ മറ്റേ ഡോഗും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണണോ, അതിന് വേണ്ടി ഇങ്ങനെ മണം പിടിച്ച് തിരിഞ്ഞു നോക്കി അവളടുത്ത് പോവത്തേയില്ല. ഭയങ്കര ബലം പിടിച്ച് ആണ് പോണത്. അവൾ എൻ്റെ നിർബന്ധം കൊണ്ട് വലിച്ചുകൊണ്ട് പോവുകയാണേ. അപ്പോഴേക്ക് അവന് അറിയാം ഇവിടെ എവിടെയോ കാണുമെന്ന്. അവർക്കറിയാമല്ലോ ഈ മണമൊക്കെ. അങ്ങനെ അവസാനം അവൻ കണ്ടുപിടിച്ചു. ഈ പിടിച്ച് വലിക്കുന്നത് അതാണ്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ആൾ വന്നു. കുരയിലെന്ന് പറഞ്ഞാൽ ഇവനാണെങ്കിൽ ഭയങ്കര കുശുമ്പാണ്. ആരെ കണ്ടിട്ടാ ഈ കുരയ്ക്കുന്ന? പാവം ഈ കുഞ്ഞിനെ കണ്ടിട്ടാ. അവൾ മഴയായതുകൊണ്ട് ഇവിടെ ഒരു കാർ ഷെഡാണ്. അപ്പോൾ അവൾ അങ്ങനെ ഒതുങ്ങിയിരിക്കുവാണ്. ഇവനാണ് സഹിക്കാൻ വയ്യാത്തത്. പാവം കുഞ്ഞേട്ടാ അത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വാലാട്ടി. അവൻ കുരയ്ക്കും തോറും അവൾ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. പാവം.